മലയാള സിനിമയിൽ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ സുതാര്യതയില്ലെന്നും പ്രധാന അഭിനേതാക്കളല്ലാതെ ആർക്കും പ്രതിഫലം രേഖാമൂലം ഉറപ്പു നൽകുന്നില്ലെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. പ്രതിഫലത്തിൽ തുല്യത ഉറപ്പാക്കണമെന്ന് കമ്മിറ്റി പറയുന്നു. ഒരു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന എല്ലാ നടന്മാർക്കും നടിമാർക്കും തുല്യവേതനം നൽകാൻ നിർമ്മാതാക്കൾക്ക് സാധിക്കണമെന്നില്ല. വിപണി മൂല്യം കൂടി ഇക്കാര്യത്തിൽ പരിഗണിക്കേണ്ടതുണ്ട്. എന്നാൽ നടന്മാരെക്കാൾ പ്രാധാന്യമുള്ള വേഷങ്ങൾ നടിമാർ ചെയ്യുമ്പോൾ അവർ ഉയർന്ന പ്രതിഫലത്തിന് അർഹയാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ടേക്ക് ഓഫ് സിനിമ ഇതിന് ഉദാഹരണമെന്ന് ഹേമ കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. സിനിമയിലെ മറ്റ് രണ്ട് നായക കഥാപാത്രങ്ങളെക്കാൾ വളരെ കുറഞ്ഞ പ്രതിഫലം മാത്രമാണ് നായിക കഥാപാത്രത്തിന് നൽകിയത് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സിനിമയിൽ അധികം സീനുകൾ ഇല്ലാതിരുന്നിട്ട് കൂടി രണ്ടാമത്തെ നടന് മികച്ച പ്രതിഫലം നേടാനായി. ഈ ലിംഗവിവേചനം സിനിമയിൽ വ്യാപകമായി നടക്കുന്നുണ്ട്. പുരുഷ മേധാവിത്വത്തിന്റെ അനന്തരഫലമാണ് ഇത് സൂചിപ്പിക്കുന്നത്. പേരുകൾ പ്രതിപാദിക്കാതെ കമ്മീഷൻ ഇക്കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ചിട്ടുണ്ട്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ പാർവതി തിരുവോത്ത്, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, ദിവ്യ പ്രഭ എന്നിവരാണ് പ്രധാന വേഷത്തെ അവതരിപ്പിച്ചത്. ഉറപ്പു നൽകിയ പ്രതിഫലം നൽകാത്തത് ചോദ്യം ചെയ്താൽ അത്തരം നടിമാരെ പ്രശ്നക്കാർ എന്ന് മുദ്രകുത്തുകയും അവസരം നൽകാതിരിക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. രേഖാമൂലമുള്ള കരാറുകളുടെ അഭാവം സിനിമയിൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എന്നും കമ്മിറ്റി നിരീക്ഷിച്ചു. 2000 വരെ മലയാള സിനിമയിൽ രേഖാമൂലമുള്ള കരാറുകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രതിഫലം, ജോലിയുടെ സ്വഭാവം, തിരക്കഥ, സംവിധായകനുമായുള്ള നിബന്ധനകൾ, വർക്ക് ഷെഡ്യൂൾ എന്നിവ സംബന്ധിച്ചെല്ലാം തർക്കങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. പ്രതിഫല പ്രശ്നങ്ങൾക്ക് പുറമെ ഒരു സിനിമയിൽ താരങ്ങൾ ഇഴുകിച്ചേർന്ന് അഭിനയിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് കരാർ ഉണ്ടാക്കുന്നത് ഭാവിയിൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ചിത്രീകരണം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു രംഗത്തിൽ എത്രത്തോളം നഗ്നത പ്രദർശിപ്പിക്കണമെന്നത് സംബന്ധിച്ച് കൃത്യമായി തന്നെ അറിയിച്ചിരുന്നില്ല എന്ന് ഒരു നടി മൊഴി നൽകിയതായി കമ്മിറ്റി പറയുന്നു. ചിത്രീകരണത്തിന് മുമ്പ് പുറത്തിന്റെ ഒരു ഭാഗം മാത്രമേ കാണിക്കൂവെന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ ഷൂട്ടിംഗ് ആരംഭിച്ചപ്പോൾ ലിപ് ലോക്ക് സീനും കൂടുതൽ എക്സ്പോസ് ചെയ്യാനും ആവശ്യപ്പെട്ടുവെന്നും ഇത് അംഗീകരിക്കാൻ സാധിക്കാത്തതിനാൽ സിനിമയിൽ തുടരാൻ നടി വിസമ്മതിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പ്രതിഫലം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും രേഖാമൂലം ഉറപ്പു നൽകണമെന്നും ഇത് ഭാവിയിൽ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കുമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. തൊഴിൽ കരാർ ഇരു കക്ഷികളുടെയും അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും ഉറപ്പാക്കും. കരാറിൽ പ്രതിഫലം, ഷെഡ്യൂൾ, കാലാവധി, പൊതു ഉത്തരവാദിത്തങ്ങൾ അടക്കമുള്ള സുപ്രധാന വിവരങ്ങൾ പ്രതിപാദിക്കണം. ഒരേ അനുഭവ പരിചയമുള്ള നായകനും നായികയും തുല്യ സമയവും പ്രയത്നവും ഊർജവും ചെലവഴിക്കുമ്പോൾ അവർക്ക് പ്രതിഫലം തുല്യമായി തന്നെ നൽകണം. ഇത് പെട്ടെന്ന് നടപ്പാക്കാൻ പ്രയാസമുണ്ടാവുമെങ്കിലും പുരുഷന്മാരുടെ അതേ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ ശമ്പളത്തിന്റെ അന്തരം കുറയ്ക്കണമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടെ സിനിമാ മേഖലയിൽ നടക്കുന്ന ലൈംഗിക ചൂഷണങ്ങളുടെയും അവഗണനയുടെയും കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത്രയേറെ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടും ഇതിനെയെല്ലാം എതിർത്തുകൊണ്ടുമാണ് ഓരോ നടിയും മുന്നേറുന്നത് എന്നതാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത്.